ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽമി ടേബിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ടൊവിനോ തോമസ്, കൃതി ഷെട്ടി, ബേസിൽ ജോസഫ്, രോഹിണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ARM അജയന്റെ രണ്ടാം മോഷണം. അപ്പൊ ആ പടത്തിന്റെ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. സിനിമയിലോട്ട് വരുമ്പോൾ അജയൻ പുള്ളിയാണ് നമ്മുടെ കഥാനായകൻ. അപ്പൊ പുള്ളി ഒരു ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രിക്കൽ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നു. പിന്നെ അത്യാവശ്യം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് പുള്ളിയുടെ വരുമാന മാർഗം. അങ്ങനെ നാട്ടിൽ നല്ല രീതിയിൽ ജീവിക്കുന്നു അദ്ദേഹം. പക്ഷെ എന്തൊക്കെ നല്ല രീതിയിൽ ജീവിച്ചാലും പുള്ളിയെ നാട്ടുകാർ കാണുന്നത് വേറെ രീതിയിലാണ്. കാരണം അജയന്റെ അച്ചാച്ചൻ മണിയൻ, അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കള്ളനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അജയനെയും അജയന്റെ കുടുംബത്തെയും ഒരു കള്ളന്റെ കുടുംബം എന്ന രീതിയിലാണ് നാട്ടുകാരൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ പുള്ളി ഇതുവരെ മോഷ്ടിക്കുക അങ്ങനെ വേറെ വഴിവിട്ട രീതിയിൽ ജീവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പുള്ളി മാന്യമായി ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു കള്ളന്റെ കുടുംബത്തെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് കാണുന്നത്. നാട്ടിൽ നടക്കുന്ന ചില്ലറ മോഷണങ്ങളൊക്കെ അജയന്റെ തലയിലാണ് വന്ന് വീഴാറുള്ളത്. അപ്പൊ ആ ഒരു നാട്ടുകാരങ്ങനെ പെരുമാറുന്നതിനോട് അജയന് വിഷമവും ദേഷ്യവും നിരാശയും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള അജയന്റെ ജീവിതത്തിൽ പിന്നീട് എന്തൊക്കെ സംഭവിച്ചു, പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ ARMന്റെ ഒരു കഥ. പെർഫോമൻസിന്റെ കാര്യത്തിൽ വരുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസ്, അദ്ദേഹത്തിന് 3 ക്യാരക്ടറാണ് ഉള്ളത്. 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ ക്യാരക്ടർ കാണിക്കുന്നത്. ഒന്ന് കേളു, കുഞ്ഞിക്കേളു, പിന്നെ മണിയൻ, പിന്നെ അജയൻ. കുഞ്ഞിക്കേളു ആദ്യം ഒരു കുറച്ച് സീനിൽ മാത്രമേ പുള്ളി വരുന്നുള്ളൂ. പിന്നീട് മണിയൻ, പിന്നെ അജയൻ. ഈ 3 ക്യാരക്ടറും അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളി. ഫിസിക്കലി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളി. കാരണം ഈ ക്യാരക്ടേഴ്സിനൊക്കെ കളരി അറിയാവുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. ഇപ്പൊ കേളു നായർ കുഞ്ഞിക്കേളു എന്ന് പറയുന്നത് ഒരു യോദ്ധാവായിരുന്നു. അപ്പോ കളരി അറിയാവുന്ന, അപ്പൊ അതൊക്കെ പഠിക്കാനും ഒക്കെ പുള്ളി ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട്. ഫിസിക്കലി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളി. ഫൈറ്റിംഗ് ഒക്കെ ഗംഭീരമാണ്. ഫൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നതും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പുള്ളി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു 1 കൊല്ലത്തോളം കഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതിനുള്ള ഒരു റിസൾട്ടൊക്കെ സ്ക്രീനിൽ നമുക്ക് കാണാം. അത്ര ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പെർഫോമൻസിലേക്ക് വരുമ്പോ ഇതിൽ നായിക കൃതി ഷെട്ടിയാണ്. ഒരു മലയാളി തനിമയുള്ള ഒരു മുഖം തന്നെയാണ് കൃതി ഷെട്ടി. മലയാളി തനിമയുള്ള മറ്റ് ഹീറോയിൻസ് ഉണ്ട്. പിന്നെ എന്തിന് കൃതി ഷെട്ടി? അതൊരു തെലുങ്ക് സ്റ്റേറ്റ്സിലൊക്കെ സിനിമ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ കൊണ്ടുവന്നതായിരിക്കും പുള്ളിക്കാരിന്. അപ്പൊ എന്തായാലും കൊടുത്ത റോള് കൃതി ഷെട്ടി നന്നായി ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു മലയാളി ഫേസ് ഉള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പോ ആ ഒരു കാസ്റ്റിംഗ് നന്നായിട്ടുണ്ടായിരുന്നു. മാത്രം അത് പടത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം തെലുങ്ക് സ്റ്റേറ്റ്സിലൊക്കെ ഒന്ന് മാർക്കറ്റ് ചെയ്യാനൊക്കെ ആ ഒരു ഫേസ് സഹായിച്ചിട്ടുണ്ടാവും. പിന്നീട് രോഹിണി, ടൊവിനോയുടെ അമ്മ ക്യാരക്ടറാണ്. പുള്ളിക്കാരും കൊടുത്ത റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സുരഭി, മണിയന്റെ ഭാര്യയുടെ വേഷമാണ് ഈ സിനിമയിൽ സുരഭി ചെയ്യുന്നത്. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റോൾ എന്ന് പറയുന്നത് ബിജുക്കുട്ടന്റെ ആണ്. പുള്ളി ഒരു കോമഡി റോളൊക്കെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ക്യാരക്ടർ റോള്, ചെറിയ റോളാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. ക്ലൈമാക്സിലൊക്കെ ഒരു ഡയലോഗ്, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ എന്ന് പറയുമ്പോഴൊക്കെ ആ ഡയലോഗ് പറയുന്നതിലൊക്കെ ഒരു ഇരുത്തം വന്നൊരു നടന്റെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഇനിയും ഭാവിയിൽ ഒരുപാട് നല്ല റോളുകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ പെർഫോമൻസിന് അതിൽ എല്ലാവരും കൊടുത്ത റോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ഏട്ടൻ ഒരു റോള് ചെയ്യുന്നുണ്ട്. ഒരു കൊല്ലന്റെ റോളാണ് പുള്ളി പ്ലേ ചെയ്യുന്നത്. ചെറിയ റോളാണെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ എടുത്ത് പറയുന്നത് ഇതിന്റെ മ്യൂസിക്കാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. ചില സീനുകളിൽ BGM ആയിട്ട് പാട്ട് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഈ പടത്തിന് ഒരു ബലം തന്നെയാണ്. ഓരോ സീനിനെയും ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട്. ദിബു നൈനാൻ തോമസ്, പുള്ളിയാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഒരു വലിയൊരു പ്ലസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ BGM മ്യൂസിക്കും.
അടുത്തത് സിനിമാറ്റോഗ്രാഫി. ജോമോൻ ടി ജോൺ. സിനിമാറ്റോഗ്രാഫി പടത്തിന്റെ ഹൈലൈറ്റിൽ ഒന്ന് തന്നെയാണ്. കാരണം ഒരുപാട് നൈറ്റ് ഷൂട്ടൊക്കെ ഉള്ളൊരു സിനിമയാണ്. രാത്രി ഷോട്ടുകളൊക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നല്ല പക്ക നമുക്കൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് സിനിമ. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആണ് സിനിമ, അങ്ങനെ തന്നെ പറയാം. അപ്പൊ സിനിമാറ്റോഗ്രാഫി ഈ പടത്തില് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. നല്ലൊരു സിനിമയുടെ വലിയൊരു പ്ലസ് തന്നെയാണ് സിനിമാറ്റോഗ്രാഫി. അപ്പോ ജോമോൻ ടി ജോൺ പുള്ളിക്കാരൻ നല്ലൊരു കൈഡി അറിയിക്കുന്നു. കാരണം 3 കാലഘട്ടങ്ങൾ കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതൊക്കെ നമുക്കൊരു വിശ്വസനീയമായ രീതിയിൽ കാണിക്കാൻ സിനിമാറ്റോഗ്രാഫി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡയറക്ടർ ജിതിൻ ലാൽ. പുള്ളി ഒരു നവാഗത സംവിധായകനാണ്. അപ്പൊ ഇതിന്റെ ബഡ്ജറ്റ് 30 കോടിയാണ്. ഈ 30 കോടി രൂപ വെച്ചിട്ട് ഇതുപോലൊരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചെങ്കിൽ പുള്ളിക്ക് ഒരു കൈഡി കൊടുത്താൽ മതിയാവും. കാരണം ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ 3 കാലഘട്ടങ്ങളിലായി നടക്കുന്ന കഥയെ കാരണം അത് പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഡയറക്ടർക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ആൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഒരു ഔട്ട്പുട്ട് മൊത്തത്തിൽ ആ സ്ക്രിപ്റ്റിനെ ഒരു സിനിമയാക്കി കാണുമ്പോൾ ടോട്ടൽ ഒരു ഔട്ട്പുട്ട് വളരെ നല്ല രീതിയിൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ജിതിൻ ലാൽ പുള്ളിക്ക് ഒരു കൈഡി കൊടുത്താൽ മതിയാവും. മലയാള സിനിമയ്ക്ക് നല്ലൊരു സംവിധായകനെ കൂടി കിട്ടിയെന്ന് വേണം പറയാൻ. അപ്പൊ ഭാവിയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ പടത്തിന്റെ കഥ പോകുന്നത് ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ പതുക്കെയാണ് പോകുന്നത്. പിന്നെ ആ ഒരു കഥയിലോട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് കയറാൻ വേണ്ടി അവർ ഇത്തിരി സമയം എടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിപ്പോ എങ്ങടാ പോകുന്നത് കഥ, നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നും. കുറച്ചു നേരം കഴിഞ്ഞാണ് ആ ഒരു പ്രോപ്പർ കഥയിലോട്ട് അതിങ്ങനെ കയറി പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊക്കെ ബോറടിക്കുമെങ്കിലും സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടം പോകുന്നുണ്ട്. പിന്നെ ഈ പടം ഒരു ആക്ഷൻ അഡ്വഞ്ചർ പീരീഡ് ഡ്രാമ എന്നൊരു ജോണറാണ് പറയുന്നത്. പക്ഷെ ഇതിലൊരു അഡ്വഞ്ചർ എന്ന് പറയാൻ ആ ഒരു ഏരിയ വലിയ രീതിയിൽ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ മണിയനൊരു കള്ളനാന്ന് പറഞ്ഞു. അപ്പോ പുള്ളി നടത്തുന്ന ഒരു മോഷണം ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. മണിയനും അതുപോലെ ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറും കൂടി ഒരു സംഭവം മോഷ്ടിക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനിൽ മാത്രമാണ് ഒരു അഡ്വഞ്ചർ, ആ ഒരു ഏരിയനെ കുറച്ചെങ്കിലും ഒന്ന് തൊട്ടത് ആ ഒരു സീനിൽ മാത്രമാണ്. പിന്നെ ഈ പടത്തിനൊരു പ്രോപ്പറായിട്ടൊരു വില്ലൻ ക്യാരക്ടർ, പടത്തിന് പ്രോപ്പറായിട്ടൊരു വില്ലൻ ഉണ്ട്. പക്ഷെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വില്ലൻ അല്ല ഈ സിനിമയില്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം കുറച്ചും കൂടി പുള്ളിയുടെ ക്യാരക്ടർ ഒന്നും കൂടി ഒരു സ്ട്രോങ് ആയിട്ട് എഴുതാമായിരുന്നു, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അതിൽ കാണിക്കാമായിരുന്നു. ഇതൊരു പേരിനൊരു വില്ലൻ എന്നുള്ള രീതിയിൽ മാത്രം പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു വില്ലനാണ്. ആൾക്കൊരു നായകനൊരു ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വില്ലൻ ക്യാരക്ടർ അല്ല സിനിമയിലുള്ളത്. അതൊക്കെ ഈ സിനിമയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഇപ്പൊ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു രസമായ എന്നെ പടം. വിഷ്വലി നല്ല സിനിമയായിട്ട് തോന്നി. അപ്പൊ ഈ ഓണക്കാലത്ത് നമുക്ക് കണ്ട് സന്തോഷമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ARM. നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് ഒരു വട്ടം കാണാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ്. പടത്തിൽ ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഓണത്തിന് സന്തോഷമായിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ARM. അപ്പോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പൊ റിവ്യൂ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറയാറുള്ള പോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോ